ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയോ? നമ്മൾ ഇന്നൊരു കാൻഡിനോ ബോൾ പൈത്തൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബോൾ പൈത്തനെ കൊണ്ടുവന്നിട്ട് കുറച്ച് നാളായി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ ആളെ ഇന്ന് കാണാം. അതുപോലെ കുറച്ച് പാമ്പുകളും കാര്യങ്ങളൊക്കെ ഇന്ന് കാണാം. അതുപോലെ പെറ്റ് സ്റ്റേഷൻ്റെ ചെറിയ ചെറിയ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഇന്ന് കാണാം. പക്ഷേ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്തായാലും ഷോർട്ടാവാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. മഴ ജസ്റ്റ് ഒന്ന് കുറഞ്ഞപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഓക്കെ, പിന്നെ എന്താ പറയുക, ചുറ്റിലും ഭയങ്കരമായ മഴ. അപ്പോൾ നമ്മൾ റക്കൂണിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പിന്നെ ആപ്പിൾ ഇങ്ങനെ മുറിച്ച് സെറ്റാക്കുന്നുണ്ട്. നമ്മൾ അജ്മൽ ഈ സൈസ് മതി, കുറച്ചും കൂടി ചെറിയ ചെറിയ പീസായിക്കോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടി വീഡിയോയിൽ കാണിക്കാം. റക്കൂൺ കുറച്ച് വലുതായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടുറാക്കൂന് കുറേ കളയിൽ കണ്ടിട്ട്, അപ്പോൾ ടുറാക്കൂനെയും കൂടി ഒന്ന് കാണാം. അതിന് ശേഷം നമ്മൾ പിന്നെ ബോൾ പൈത്തനെ കാണാൻ വേണ്ടി പോവാം. ബാ. പിന്നെ ഒന്ന് രണ്ട് ഇവിടെ വന്ന് ഒരാളെ കാണാനുണ്ട്. ഇതുണ്ടാ, അടുത്ത പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഡെലിവറിക്ക് അടുത്ത് നേരത്തെ എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ബാ ഇവിടെ കയറിയേ, ഇങ്ങോട്ടോ ബാ 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 കൈ വയ്യാട്ടാ, അല്ലെങ്കിൽ വിളിക്കാൻ വരും. വാ ഇവിടെ കയറിയേ, ബാ കയറി. എന്താണ് ആയില്ലേ? അടുത്തതിന് എത്ര കുട്ടികളാണെന്നമ്മോ? പക്ഷെ അധികം വയറൊന്നുമില്ല. പക്ഷെ നല്ല ക്ഷീണം കാണിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് റെസ്റ്റാണ്. ആടി ഇടിയും പോയി കിടക്കുന്നുണ്ട്. എന്നാ മീൻ തന്നെ ഇപ്പം മെയിൻ ഭക്ഷണം, വേറെ ഒന്നും വേണ്ട അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞു വന്നതെന്ന് അറിയോ, നമ്മൾ പിന്നെ ഇവിടെ വന്നൊരു ആൾ കമൻറ്റ് ചെയ്തതാണ്. നമ്മളിങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നതൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് അങ്ങനെ സ്ഥിരമായിട്ട്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ നടന്നുകൊണ്ടൊന്ന് കാണിച്ചു തരാം ഇവിടുത്തെ. അതുപോലെ നമ്മളെ സ്വാനെ നമ്മൾ തിരിച്ചു കൊണ്ട് വന്നിട്ടുണ്ടതിനെ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി, കൊണ്ടുപോയിന്ന് പറഞ്ഞിട്ടില്ലേ ഇവിടുന്ന്. അപ്പോൾ ഇഷാമിൻ്റെ അടുത്ത് നമ്മൾ ഒന്നിനെ തിരിച്ച് കൊണ്ടുവന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. എന്താ ബ്ലാക്കിനും വൈറ്റിനും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഏതാണല്ലേ? വൈറ്റ് സ്വാൻ്റെ ഒരു ഭംഗി തന്നെയാണ്. ആ ഫെദറൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കേട്ടോ. ഏകദേശം പിന്നെ ആയിട്ടുണ്ട് അതിൻ്റെ ടൈം. അത് പോയി പുതിയത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമ്മളെ പൂച്ച ഒരുമിച്ച് തന്നെ വരുന്നുണ്ട്. ഉന്തുന്നുണ്ടാ ഇവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുക എന്ന് അറിയോ, മീൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി തന്നെ വരുന്നാ ബാ. അപ്പം അതിൻ്റെ മേലേക്കാ പോകുന്നുണ്ടെങ്കിൽ ഓടി വരുന്നു നോക്കിയേ. ആരാപ്പം പിന്നെ അങ്ങോട്ടേക്ക് വാ. അതെന്നെ മെയിൻ ഉദ്ദേശം. വാ മീൻ തരാം, വൈ തരാം. അല്ലെങ്കിൽ ഇതിന് മേലയിൽ ചാടിക്കയറണമെന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ആള് പിന്നെ റെസ്റ്റിലല്ലേ. ബടാ ബാ ബാ ബാ. വേണ്ടേ കഴിച്ചോ. ഓക്കെ, പിന്നെ ഇപ്പോൾ പെറ്റ് സ്റ്റേഷനിൽ വരുന്ന എല്ലാവർക്കും, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറാപ്പൈമെൻ്റെ ഫീഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു സ്റ്റാഫിനെയും കാര്യങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞായറാഴ്ചയിൽ മാത്രമേ ചെറിയ ബുദ്ധിമുട്ടുള്ളൂ. ഞായറാഴ്ച എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ വരില്ലേ, അപ്പോൾ അധികം വൈകുന്നേരം ആകുമ്പോഴേക്കും ഓവർ ഫീഡ് ആകുന്നുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമ്മളിവിടെ വരുന്ന എല്ലാവർക്കും ഈ ഫെസിലിറ്റി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, വാ. അപ്പം നമുക്ക് റക്കൂണിനെയും ഇത് ഒറ്റ സ്ട്രക്ചർ അങ്ങനെ തന്നെ വീഡിയോ ആക്കിയാലോ, കട്ട് ചെയ്യാണ്ട്. ബാ ബാ ബാ. ഇന്ന് ക്യാമറാമാൻ ആൾ മാറിയിട്ടുണ്ടേ. ഇന്ന് ക്യാമറാമാന് നമ്മളെ ആസിഫാണ്. ഓക്കെ, മിസറിന് സുഖമില്ല. മിസറിന് പനിക്കുന്നു, മഴ നനഞ്ഞിട്ട് പനി വന്നു മിസറിന്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോവാം. ഇവർ രാവിലെ പെറ്റ് സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എവിടുന്ന വന്നെന്ന് പറഞ്ഞ സ്ഥലം കാലിക്കറ്റ്. വീഡിയോയിൽ കാണാം കേട്ടോ, വീഡിയോ എടുക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കാണുന്ന ആളെന്നല്ല പറഞ്ഞേ? ഓക്കെ, നല്ലോണം ഗ്യാപ്പ് എടുക്കണ്ട ആസിഫെ. നല്ലോണം ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ സൗണ്ട് മിസ്സാകുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം പിന്നെ കുറേ ആൾ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലേ? എൻ്റെ സൗണ്ടല്ല. ഓക്കെ, നമ്മുടെ ടിമോനെ വിളിക്കാം. ടിമോൻ ബടാ. നടന്നു വാ. ട്രീറ്റൊന്നും കയ്യിലെടുത്തില്ല. അതേപോലെ ഉച്ചയെന്ന് നമ്മളെല്ലാവരും ഉറക്കാന്ന് കിമിച്ചെടുക്കണ്ട.
ജൂനിയർ കിമിച്ച് കിമിച്ച് ജസ്റ്റ് വിളിക്കാലോ. കിമിച്ച് ഡാ. ആ വാ. അതുപോലെ പിന്നെ എല്ലാവരും സൗണ്ട് കേട്ടിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാ നമ്മളെ ഷിറ്റ്സു എല്ലാവരും, അതുപോലെ നമ്മുടെ ഇതാ ഡാ റൂബി അങ്ങോട്ടേക്കാണ് നോക്കുന്നു, അപ്പുറന്നല്ലേ വിളിക്കുന്നത്. അതുപോലെ ഹസ്കി. മഴ പെയ്യുമ്പോഴേക്കും എല്ലാവർക്കും ഹാപ്പി ആയിട്ടാ. ഓക്കെ മാംബോ റാമോസ് ആയി വാ. അടുന്നോ. പിന്നെ ഇതാ അച്ഛൻ കിമ്മിച്ച്. അച്ഛൻ കിമ്മിച്ചിൽ അത്യാവശ്യം ഏജ് ആയിട്ടാ. ഏജിൻ്റെ ആ ഒരു ഇത് കാണിച്ച് തുടങ്ങി. അപ്പോൾ നമുക്ക് വാ ഇങ്ങനെ പോവാം. നമ്മൾ ടുറാക്കുവിനെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ടുറാക്കുവിനെ നമ്മൾ കേജ് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ടുറാക്കുവിൻ്റെ കേജിൽ തന്നെ നമ്മൾ പിന്നെ കോഴീനൊക്കെ ഇട്ടിട്ടുണ്ടേ. ഇതാ നല്ല സിൽക്കി കോഴികൾ. ഇതാ ആസിഫാന്ന് വീഡിയോ നോർമലി എടുക്കുന്ന ആളല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇതാണ് നമ്മുടെ ടുറാക്കോ. അങ്ങനെയുണ്ട്. വാലൊക്കെ പോയിട്ട് ഫുള്ള് ക്ഷീണിതനായിട്ട് ഉണ്ടായതേ. ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇട്ട് ട്രീറ്റെല്ലാം ചെയ്ത് പിന്നെ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളെല്ലാം കറക്റ്റ് കൊടുത്ത് പിന്നെ നമ്മൾ യു എയിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡില്ലേ അതും കാര്യങ്ങളിലും കൊടുക്കുമ്പോഴേക്ക് എല്ലാം സെറ്റായി വന്നിട്ടാ. അത്യാവശ്യം നല്ല ഹെൽത്തി ആയി, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നല്ല ഓടിച്ചാടി നടക്കുന്നുണ്ട്. രണ്ടാൾ ഫൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആദ്യം ഭയങ്കര ഫൈറ്റായിരുന്നു വന്ന ഉടനെ. അപ്പോൾ രണ്ടാൾ ടയർഡായിരുന്നു. ഒരാൾ നല്ലോണം ടയർഡായിനി, ഒരാൾ കുറച്ച് ടയർഡായി. അപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അതുപോലെ നമ്മളെ കോഴികളെ കണ്ട ഏതാ ഭംഗിയല്ലേ. ഇത് കളർ ചെയ്തതാണ് ഈ ഗ്രീന്. നമ്മൾ ചെയ്തതല്ല കേട്ടോ, വാങ്ങിക്കുമ്പോൾ തന്നെ ഉണ്ടായതാണ്. നമ്മൾ കുറച്ചുകൂടി ചെറുതാണ്, വലുതാകുമ്പോഴേക്ക് കളർ കുറഞ്ഞ് വന്നു. ഓക്കെ നല്ല ഉണ്ടല്ലേ. അതിനെ കാണുമ്പോൾ അൽപ്പാക്കനെ പോലെ ഉണ്ടല്ലേ പെട്ടെന്ന്. ഓക്കെ വാസിഫേ അവർ രണ്ടാൾ പേറായിട്ട് നിൽക്കുന്നുണ്ടതാ. സെറ്റ് ഏതാ ഭംഗിയല്ലേ. ഓ ഇതെല്ലാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള കൂടാണ് സെറ്റ് ചെയ്ത് തീർത്ത്. ഓക്കെ കട്ട് ചെയ്യണ്ട, അങ്ങനെ പോട്ടെ. വാ നമ്മുടെ റക്കൂണിൻ്റെ ഫീഡാണ്. വാ നമ്മളെ പുതിയ ആളാണ് കേട്ടാ ഡ്രൈവറിനെ. വാ ഹരി ഫുഡ് കഴിക്കാന്ന് കഴിക്ക്. അതാ ഇല്ല കാണിച്ചിട്ടില്ലല്ലോ ഇല്ല. ഓക്കെ കാണിച്ചിട്ടില്ലേ, അവൾ കാണിച്ചാൽ പ്രശ്നമില്ല. ആളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ റക്കൂൺ ബേബീൻ്റെ അടുത്തേക്കാണ് പോകുന്നേ. റക്കൂൺ ബേബി ഇവനുണ്ടല്ലോ സ്വന്തമായിട്ട് ഇത് അയച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടേ. അപ്പോൾ നമ്മളിപ്പോൾ ലോക്കലിട്ട് കെട്ടിയിട്ടുള്ളത്, കമ്പിയിട്ട് കെട്ടിയിട്ടുള്ളത് വരുന്നുണ്ടോ. പാലെന്നെ ഇഷ്ടം, ആട്ടിൻ പാലാണ് ഇഷ്ട വിഭവം. ഇത് കൊടുത്തു നോക്കാല. ചിക്കനെല്ലാം അത്യാവശ്യം കഴിക്കുന്നുണ്ട്. നമുക്ക് എടുക്കുമെന്ന് ആദ്യം നോക്കാം, എന്നിട്ട് കയ്യിലെടുക്കാം. എന്നാടാ ഇറങ്ങി ഓടി. ഇറങ്ങിക്കോ. ബാ മുത്തേ. എന്താ ഫാസ്റ്റ്. എല്ലാ ചുമരിൻ്റെ മേലെല്ലാം ഓടി കയറും കേട്ടാ. ആള് ഭീകരനാണ്. എടാ ആ കമ്പിയാന്ന് അടിക്കുന്നത്. കമ്പി അടിക്കല്ല. എന്നെയും കടിക്കുന്നുണ്ടാ. നമുക്ക് പുറത്ത് ജസ്റ്റ് വിടാല, താഴെ വിട്ടിട്ട് വെച്ചാലോ.
അയ്യോ 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 ഓന് പ്രശ്നമായി ചേട്ടാ. ഇവൻ എന്നെ കടിച്ചപ്പോഴേക്ക് ആ കമ്പിൻ്റെ അടുത്ത് പെട്ടെന്ന് ഒന്നുമില്ലടാ, ആ കമ്പിൻ്റെ അടുത്ത് പെട്ടെന്ന് എടുത്തപ്പോൾ നഖത്തിനെന്തീ പറ്റിയോന്നറിയില്ല. ഇല്ലല്ലേ? ഓക്കെ. അന്നൊരു കടി കടിച്ച് ഇല്ല, മുറിട്ടൊന്നുമില്ല. ഓക്കെ, ആ ബേജാറിൽ കടിച്ചാന്നല്ലേ? പോട്ട് സാറില്ല. ഇങ്ങനത്തെ അടുത്തെല്ലാം കയറുവേ. ആ കയറിക്കോ. ആ ആള് പുലിയാന്നുണ്ടാ. ആ ഞാൻ പിടിച്ചോളാം, കയറിക്കോ. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ പിടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അള്ളി പിടിക്കാൻ ഈ സൈഡിലൊന്നുമില്ല. ഇപ്പുറം നോക്കാം, ഇപ്പുറം നോക്കാം. കയറിക്കോ. ഓക്കെ. അതാ നോക്കി. സ്ഥലം കഴിഞ്ഞ് എനിക്ക് കയറാനില്ല. ഓക്കേ, കൊണ്ടേക്കല്ലേ? അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ക്യാൻറ്റീനെ കാണാൻ വേണ്ടി പോവാം. ഓക്കെ. ഇതാ നീ ഇവരെ കാണുന്നുണ്ടാ? ഇതാ എല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടോ? അതാ നമ്മുടെ മൈക്രോ സ്ക്വിറലുകളൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അതാ ഇങ്ങനെ അപൂർവേ പുറത്ത് കാണുവേ. എല്ലാം മറ്റേ ഇതിൻ്റെ അകത്ത് ഒളിച്ചുകൂടെ ചെയ്യുക. അപ്പോൾ നീ ഉണ്ടല്ലോ ആപ്പിൾ തിന്ന് പഠിക്കുക. കുറച്ച് ഇപ്പോൾ രാത്രി നമ്മളധികം അയ്യോ ഇറങ്ങി ഓടുന്നുണ്ടോ രാത്രി? ഇത് നമ്മൾ ചെറിയ കൂട്ടിലിടുന്നതെന്നറിയാം. ചെറിയ കൂട്ടിലിട്ട് കഴിഞ്ഞാലാണ് വലിയ കൂട്ടിലിട്ട് ഇവർക്ക് ഫുഡ് കഴിക്കാനും റെസ്റ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അത് കടിക്കലടാ, നല്ല കടിയടിക്കുന്നുണ്ട്. അയ്യോ ഓക്കെ, അത് കഴിക്കട്ടാ. ഓക്കെ. ഓക്കെ, അതാ മൈക്രോസ്കോപ്പി. അപ്പോൾ ആസിഫ് ആ ഫ്രീ ടൈം കിട്ടിയത് കറക്റ്റ് കൊണ്ടുപോയിട്ട് എന്തെല്ലോ കാണിച്ചിട്ടാ. ആൾക്കാർക്ക് ബോറടിപ്പിക്കുന്ന ക്യാമറമാന് കറക്റ്റ് അറിയാം, ട്രിക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ പൈത്തനെ കാണാൻ വേണ്ടിയിട്ട് പോവാം. ഹരി ഫുഡ് കഴിച്ച് കഴിഞ്ഞാ കഴിച്ചാൽ എടാ ഒരു 2 മൈസിൽ തരുമോ? നമുക്കൊന്ന് അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹരി അപ്പോഴത്തേക്ക് മൈസ് എടുത്തുകൊണ്ടിട്ടേ ബംഗാൾക്കേറ്റം കണ്ട അത് മറ്റവനെ കണ്ടതിൻ്റെ കലിപ്പാ നിൽപ്പൂ. ഓടിപ്പോയിട്ട് മറ്റവനെ പിടിക്കുവേ. ആ ഇങ്ങോട്ടാ. ആ ആ ആ എല്ലാവരും പോയി. ആ ഇറങ്ങണ്ടേ, ആൾക്കാരുണ്ട്. ഓക്കെ, ഇവരിൽ രാവിലെ നമ്മൾ ഫ്രീ ആക്കി വിടുന്നതാണേ. രാവിലെ അത്യാവശ്യം വാ, അത് പിന്നെ കാണിക്കാനുള്ള സാധനം, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട സാധനം. അതുപോലെ നമ്മൾ ക്രാബിനെ കണ്ട അനിമോൺ ക്രാബും അതുപോലെ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നിമോ ഫിഷ് കിടക്കുന്നുണ്ട്. ഓക്കെ, ഒരുമിച്ച് അടുത്തിട്ടോ നിമോനെ തൊട്ടോ. ഓക്കെ, സെറ്റ്. ഇത് മെല്ലെ മെല്ലെ സെറ്റാകുന്നുണ്ട് കേട്ടോ. അനിമോൺ ശ്രിമ്പും ഉണ്ടേ. ശ്രിമ്പ് അതിൻ്റെ അകത്ത് അങ്ങോട്ടേ ഉള്ളത്, കാണൂലായിരിക്കും. വാ. അതുപോലെ നമ്മളെ അരവണ അത്യാവശ്യം നല്ല സൈസ് കയറിയിട്ടുണ്ടേ. എടാ പൊളിയല്ലേ? അതേപോലെ തന്നെ നമ്മുടെ സ്നാപ്പിംഗ് ടേർട്ടിലും. ഓക്കേ, അതുപോലെ സ്ക്വിറലിൻ്റെ എണ്ണം കുറേ കൂടിയിട്ടാ. സ്ക്വിറൽ അത്യാവശ്യം ഇപ്പോൾ 8 എണ്ണം ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. ഈ കൂട്ടിൽ തന്നെ 8 എണ്ണം ഉണ്ട്. എല്ലാവരും പൊത്തിൽ കയറി ഫുഡ് കൊടുക്കുമ്പോൾ എല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ ഇവനാണ് നമ്മളെ താരം. ഇങ്ങനെ വന്ന് കാണിച്ചേ. ഇതാ നല്ല കറക്റ്റ് മേലോട്ട് നോക്കി നിൽക്കുന്നുണ്ടേ. ഇവൻ അത്യാവശ്യം ചെറുതാന്ന് നോക്കണ്ട, അത്യാവശ്യം കോസ്റ്റ്ലിയാണ് കേട്ടോ. വാ, ഇങ്ങനെ കാണിച്ച് ആസിഫേ നല്ല ആക്റ്റീവാണ് കേട്ടോ. വാ വാ. എങ്ങനെയുണ്ട് കളറ്?
കളർ നൈസായിട്ടില്ലേ? വരുന്നുണ്ടാ? കടിയനാന്ന് കടിയൻ. നമുക്കൊരു കാര്യം ചെയ്യാം, ഫീഡ് കൊടുക്കാം. ഫീഡ് വിശന്നിട്ടിരിക്കുമ്പോൾ ഇവർ ഈ കടിക്കാനുള്ള ടെൻഡൻസി കാണിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഫീഡ് കൊടുത്തില്ല. അപ്പോൾ നല്ല വിശന്നിട്ടിരിക്കുകയെന്ന്. അപ്പോൾ കറക്റ്റ് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബൈറ്റ് വേണം. ഓക്കെ, അതുപോലെ ഇതിനൊന്ന് ജസ്റ്റ് കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഫുഡൊന്ന് എടുക്കട്ടെ. ഹരി കൊണ്ടുവരുന്നുണ്ടത്രേ, ബോറടിച്ചാ? അല്ലെങ്കിൽ കാണിച്ചിട്ടില്ലേ ആ സമയത്ത് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. അതുപോലെ മൈക്കിൻ്റെ കണക്ഷൻ പോയോന്നും അറിയില്ല കേട്ടോ. ഹരി ബാക്കിൽ ചെറിയ BJP കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നമ്മളെ റെട്ടൽ ഭവനെ കണ്ട വാ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ ഹരി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ക്യാൻറ്റീനോക്ക് നമുക്ക് ഫുഡ് കൊടുക്കാം. ക്യാൻറ്റീനോടെ കൊണ്ട് കൈ ഒന്ന് കടുപ്പിക്കണോ? വേണ്ടല്ലേ? വാ, നല്ല ക്ലോസപ്പ് ഷോട്ട് എടുത്തേ, നല്ല കറക്റ്റ് എടുത്തേ. അത് വെച്ച് കൊടുക്കാം. ശരിക്കും ഈ ടൈപ്പ് അത്ര ആക്റ്റീവ് വീട്ടിൽ കുറവാണ്. നല്ല ആക്റ്റീവ് ആണ് കേട്ടോ, ഒരു പ്രശ്നമില്ല. നല്ല ശരിയായി നിൽക്കുന്നതൊക്കെ അത്രയും ദൂരത്തേക്ക് വരാനുള്ള മറ്റേ ഇത് സെറ്റാക്കി വെക്കുന്നേ. നല്ല രീതിയിൽ പോയിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്യും, ഞാൻ എടുക്കാം ക്യാമറ. ഇത്രയും നേരം നല്ല രീതിയിൽ എടുത്തിന് ആസിഫ്. അത് ഞാൻ വാങ്ങിച്ചിട്ട് കൊള്ളാവോന്നറിയില്ല. നമുക്ക് തൽക്കാലം വെള്ളത്തിൻ്റെ പാത്രം മാറ്റാം. ഓക്കെ ഓക്കെ. Yeah. എത്ര സിമ്പിളായിട്ട് അടിച്ചു നോക്കിയാൽ ഒറ്റപ്പെടുത്ത കഴിഞ്ഞു. ഓക്കെ, അത് കണ്ടിരിക്കാനുള്ള ത്രാണി പലർക്കും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അടുത്താക്കും കൂടി കൊടുത്തേക്കാം. ആർക്ക് കൊടുക്കണ്ടേ? കോൺസ്നേക്കിന് കൊടുക്കണ്ടേ? എന്നാൽ പിന്നെ കോൺസ്നേക്കിന് കൊടുക്കാം. ഓക്കെ, ഒന്ന് കൊടുത്തടാ. ഓക്കെ, ഇതാ നമ്മുടെ കോൺസ്നേക്ക് ഇത് അടുത്തടിക്കാൻ പോകുന്നു. ആയിക്കിട്ടില്ല. ഓക്കെ, കോൺസ്നേക്കിൽ വലുതായി കേട്ടാ, അത്യാവശ്യം നല്ല സൈസ് ആയിട്ടണ്ട. വിരലാണെന്ന് മനസ്സിലാവും സൈസ്. ഓക്കെ, സെറ്റല്ലേ? ഇതാ ഹരി. എടാ നിന്നെ മര്യാദ കാണാത്ത ബ്ലറായിട്ട്. ഹരിനെ കാണിക്കുമ്പോൾ തന്നെ നടന്മാരെല്ലാം കാണിക്കുന്ന പോലെ ക്യാമറ ബ്ലറായി പോയല്ലേ. ഹരി, നമ്മളെ പിന്നെ ഫ്രോഗിന് കുറച്ച് വെള്ളം നനച്ചു കൊടുത്താൽ ഇതിന് വെള്ളം കുറവുണ്ട്, രണ്ടിനും ഉണ്ട് കുറച്ച് കുറവ്. റീസെറ്റ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണല്ലേ? ശരി ശരി ശരി. അതിനെടുത്തിട്ടുണ്ടല്ലേ? ശരി ശരി ശരി. ഇതുണ്ട് നമ്മളറിയാണ്ട് എലീൻ്റെ ഫുഡ് ഇട്ട് പോയത്. പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഫുഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അറിയാണ്ട് നമ്മുടെ ചമ്മട്ടേച്ചി പിന്നെ ഫ്രോഗിനും കൂടി പിന്നെ ഫുഡ് ഇട്ട് കൊടുത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പിന്നെ എന്താ പറയുക, കുറച്ച് സീഡ്സൊക്കെ ഇട്ട് മുളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മുളപ്പിച്ചൊന്നല്ല സംഭവം, അതിൻ്റെ അകത്ത് വീണിട്ട് മുളച്ച് പോയതാണ്.
അപ്പോൾ അതിനകത്ത് അറിയാണ്ട് രണ്ടാമത് കിട്ടും അല്ലേ, മൂന്നാമത് കിട്ടും. ഇപ്പോൾ മാറ്റി രണ്ടാമത് എന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സെറ്റാക്കാം. അതുപോലെ നമ്മളെ ഹാംസ്റ്ററിലും കണ്ട അത്യാവശ്യം വലുതായേ, നല്ല കളറല്ലേ അത്. ഓക്കേ, അവിടെ ഒന്നിൻ്റെ ലൈറ്റ് പോയിട്ടുണ്ട്. ഹരി തുണി ഉണങ്ങാൻ വേണ്ടി അതിൻ്റെ മേലിട്ടിട്ടുണ്ട്. എന്താ ചെയ്യുക, ഫുള്ള് ഇങ്ങനത്തെ പൊടിക്കൈകളാണ് വരുന്നുണ്ട്. മഴ നനഞ്ഞിട്ട് ഉണങ്ങാത്തോണ്ടല്ലേ ഇവിടെ കള്ള. ആ ആയിക്കോട്ടെ. അപ്പോൾ പിന്നെ ഇന്നത്തേക്കുള്ള ഷോർട്ടായി, ഒറ്റ ടൈക്ക് വീഡിയോ വന്ന്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, കട്ടിങ്ങും പിന്നെ ഇതൊന്നുമില്ല, നേരെ അങ്ങ് ഉള്ളതുപോലെ കാണിച്ചു തന്നു. എന്തെങ്കിലും പാളിച്ച. ഇതാണ് യഥാർത്ഥ പെറ്റ് സ്റ്റേഷൻ കേട്ടോ. നമ്മൾ എന്തെല്ലോ മറ്റേ കാണിക്കാൻ വേണ്ടി ഇതാക്കിയിട്ട് അതേപോലെ ആദ്യം തീരുമാനിച്ചിട്ടൊന്നുമില്ല ഒറ്റ ടൈക്ക് വീഡിയോ ആക്കാമെന്ന്. പെട്ടെന്ന് അങ്ങനെ എടുത്തു തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങനെ തന്നെ അത് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് ചെറിയ ലാഗെല്ലാം ഉണ്ടാവേ, എന്തായാലും ക്ഷമിക്കുക, പൊറുക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ ഈ പെറ്റ് സ്റ്റേഷനിൽ ചില ആൾക്കാരൊക്കെ എന്നെ കാണാൻ ഉദ്ദേശം കൂടി വരുന്നുണ്ട്. അധികം ഞാനിപ്പോൾ ശനിയാഴ്ചയും പിന്നെ ഞായറാഴ്ചയൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ മോൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിന് ഇപ്പോൾ കാലിക്കറ്റാണ് കൂടുതൽ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോക്കും വരുത്തുവാണ്. അപ്പോൾ ഫുൾ ടൈം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ വന്നവർക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ചില ആൾ വന്നിട്ട് അങ്ങനെ മെസ്സേജൊക്കെ കാണാറുണ്ട്. ഓക്കെ, സോറി കേട്ടോ. എന്തായാലും ഒരു ദിവസം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.